കോഴിക്കോട് നല്ലളത്ത് വാഹനാപകടത്തിൽ മരണം 4ആയി. മിംസ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ഫറൂഖ് കോളേജ് സ്വദേശി ശ്യാംലാലും മരിച്ചു. ലോറിയും കാറും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. അപകടത്തിൽ രാമനാട്ടുകര സ്വദേശികളായ ദിനിൽ, അജീഷ്, ഫറോക്ക് സ്വദേശിയായ വിമൽ, ഫറോക്ക് സ്വദേശി ശ്യാം അടക്കം 4 പേരാണ് മരിച്ചത്. കോഴിക്കോട് നല്ലളത്തുണ്ടായ വാർത്ത നമ്മൾ നൽകിയതാണ്. ഈ ഒരു വാഹനാപകടത്തിൽ ഇപ്പോൾ 4 പേർ മരിച്ചിരിക്കുന്നു എന്നൊരു വിവരമാണ് ലഭിച്ചിരിക്കുന്നത്. വിവരങ്ങളുമായി റിയാസ് KMR ചേരുന്നുണ്ട്. റിയാസ്, ഈ ഒരു വാഹനാപകടത്തിൽ ആദ്യം 3 മരണമായിരുന്നു. ഇപ്പോൾ 2 പേർ ഗുരുതരാവസ്ഥയിലാണെന്നായിരുന്നു നമുക്ക് നേരത്തെ ലഭിച്ച വിവരം. ഇപ്പോൾ 4 പേർ മരിച്ചിരിക്കുന്നു എന്നൊരു വിവരമാണ് ലഭിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? കോഴിക്കോട് നല്ലളം ഡീസൽ പ്ലാന്റിന് സമീപത്ത് നടന്ന വാഹനാപകടത്തിന് മരണം 4ആയിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ മരിച്ചത് ഫറൂഖ് കോളേജ് സ്വദേശി ശ്യാംലാലാണ്. ഇദ്ദേഹം കോഴിക്കോട് മിംസ് ആശുപത്രിയിൽ അതീവ ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിൽ ചികിത്സയിൽ കഴിയുന്നതിനിടെയാണ് ഇദ്ദേഹം മരിച്ചത്. ഇന്ന് പുലർച്ചെ 3:25 നടന്ന ഈ വാഹനാപകടത്തിൽ ഇതോടെ മരണം 4ആയിരിക്കുന്നു. നേരത്തെ സംഭവം നടന്നതിന് പിന്നാലെ തന്നെ രാമനാട്ടുകര സ്വദേശി പരിയാപുരത്ത് ദിനിൽ, ഫറൂഖ് കോളേജിന് സമീപത്തെ അജീഷ്, വിമൽ എന്നിവർ മരിച്ചിരുന്നു. കൂടാതെ 2 പേർക്ക് അതീവ ഗുരുതര നിലയിൽ പരിക്കേറ്റ് മിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് മണിക്കൂറുകൾ കഴിയും മുൻപാണ് ഈ ശ്യാംലാലും മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇനിയിപ്പോൾ ഈ കോഴിക്കോട് മിംസ് ആശുപത്രിയിൽ അതീവ ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിൽ കഴിയുന്നത് പന്തീരാങ്കാവ് കൊടൽ നടക്കാവ് സ്വദേശി പടിഞ്ഞാത്ത് നീത്തൽ ദിജിനാണ്. ഇപ്പോൾ ചികിത്സയിലുള്ളത്. മറ്റ് 4 പേരും മരണപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഇവർ മൊബൈൽ ടവറിന്റെ നിർമ്മാണ പ്രവൃത്തി കഴിഞ്ഞ രാത്രി പുലർച്ചെ 3:25 ഇതുവഴി, അതായത് കോഴിക്കോട് നല്ലളം മോഡേൺ ബസാർ വഴി വരികയായിരുന്നു കാറിൽ. പോളോ കാറിൽ വരുന്നതിനിടെയാണ് ഇവർ സഞ്ചരിച്ച, കോഴിക്കോട് ബീച്ചിൽ നിന്നും ഫറോക്ക് ഭാഗത്തേക്ക് വരികയായിരുന്നു. ഇവർ സഞ്ചരിച്ച പോളോ കാറാണ് മലപ്പുറത്ത് നിന്ന് കണ്ണൂരിലേക്ക് പോവുകയായിരുന്ന ബെൻസ് ലോറിയിൽ ഇടിച്ചത്. കാറ് അങ്ങോട്ട് പോയി ഇടിക്കുകയായിരുന്നു എന്നുള്ളതാണ്, നിയന്ത്രണം വിട്ട് അങ്ങോട്ട് ലോറിയിലേക്ക് ഇടിക്കുകയായിരുന്നു എന്നുള്ളതാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. അതിന്റെ ഔദ്യോഗികമായ സ്ഥിരീകരണമൊക്കെ വരേണ്ടിയിരിക്കുന്നു. കാരണം CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വരേണ്ടതുണ്ട്. CCTV ദൃശ്യങ്ങൾ ലഭിക്കുമോ എന്നുള്ളത് പോലീസ് പരിശോധിച്ചു വരികയാണ്. ഈ അപകടം നടന്ന ഉടൻ തന്നെ സമീപത്തുണ്ടായിരുന്നവർ ഓടിയെത്തുകയും കാറിനകത്ത് അകപ്പെട്ടു പോയ ഒരാളെ പുറത്തെടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ കാറിനകത്ത് അകപ്പെട്ടവരെ മറ്റ് 4 പേരെ പുറത്തെടുക്കാനാവുന്ന വന്നതോടുകൂടി അവർ മീൻചന്ത അഗ്നിരക്ഷാ സേനയെ വിവരം അറിയിക്കുകയും അഗ്നിരക്ഷാ സേനയെത്തി അവിടെ ഹൈഡ്രോളിക് കട്ടറൊക്കെ ഉപയോഗിച്ച് കാർ വെട്ടി പൊളിച്ചാണ് ഈ മറ്റ് 4 പേരെ പുറത്തെടുത്തത്. അതിൽ ഈ സംഭവത്തിൽ 3 പേർ തൽക്ഷണവും പിന്നീട് ശ്യാംലാൽ പിന്നീടുമാണ് മരണപ്പെട്ടത്. അതിന് മരണം 4ആയിരിക്കുകയാണ്. അപകടത്തിൽ ഇപ്പോൾ മരണം 4ആയിരിക്കുന്നു എന്നൊരു വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. മിംസ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ഫറൂഖ് കോളേജ് സ്വദേശിയായ ശ്യാംലാലും മരിച്ചു എന്നൊരു വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ലോറിയും കാറും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. ഈ ലോറിയിലേക്ക് കാർ വന്ന് ഇടിച്ചാണ് അപകടമുണ്ടായെന്നാണ് ഇപ്പോൾ ദൃക്സാക്ഷികളുടെ ഭാഗത്തു നിന്നും ലഭിക്കുന്ന വിവരം. എന്തായാലും അപകടത്തിൽ രാമനാട്ടുകര സ്വദേശികളായ ദിനിൽ, അജീഷ്, ഫറോക്ക് സ്വദേശിയായ വിമൽ, ഫറൂഖ് കോളേജ് സ്വദേശിയായ ശ്യാം അടക്കം 4 പേരാണ് മരിച്ചത്. കാറിലാകെ 5 പേരാണ് ഉണ്ടായിരുന്നത്. 3 പേർ അപകട സമയത്ത് തന്നെ തൽക്ഷണം തന്നെ മരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അതിനുശേഷം 2 പേർ ഗുരുതരാവസ്ഥയിലായിരുന്നു. ഇപ്പോൾ 4 പേരാണ് ഈ ഒരു അപകടത്തിൽ മരിച്ചിരിക്കുന്നത്. വിവരങ്ങൾ നൽകിയത് റിയാസ് KMR ആണ്.